ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡിഫൻസ് രംഗത്ത് വരുന്ന കാലഘട്ടത്തിൽ വലിയ ഒരു താരമാവാനും വലിയ പ്രസൻസ്, ഒരു നിർണായക സ്വാധീന ശക്തിയാവാനും ചാൻസ് ഉള്ളൊരു ഒരു കമ്പനിയാണ്. അതുകൂടാണ്ട് ഇതിൽ ഭാവിയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ കമ്പനിക്ക് ഒരുപാട് ഡിഫൻസ് രംഗം മാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിലും ഒരുപാട് പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ ഫോർജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ കമ്പനി എന്താ നിർമ്മിക്കുന്നത്? ഡ്രോൺസൊക്കെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പം അത് നമുക്ക് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാപ്പിങ്ങിനും സെക്യൂരിറ്റി സർവൈലൻസിനുള്ളതാണ്. അപ്പം ഈ സെക്യൂരിറ്റി ചെക്കിങ് മാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നിലവിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയുടെ എന്താ ചെയ്യുന്നത്? UAVs ടെക്നോളജിയാണ്. എന്ന് വെച്ചാൽ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം. അപ്പോൾ മനുഷ്യരില്ലാണ്ട് മുകളിൽ കൂടെ പറന്ന് അവരെ നിരീക്ഷിക്കലും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഈ സെക്യൂരിറ്റി ചെക്കിങ്ങും ഇത് മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഡിഫൻസ് രംഗത്ത് എന്തോരം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭാവിയിലേക്ക് ഈ ആൾക്കാരില്ലാണ്ട് മറ്റേ അതിർത്തി ചെക്കിങ്ങിനും ഒരുപാട് കഷ്ടപ്പാടുള്ള ഈ ഏരിയയിൽ കൂടെ പോയി ചെക്ക് ചെയ്യാനും, അതാണ് ഈ ഇവിടെ കാണിച്ച മുകളിൻ്റെ അകത്ത് കാണുന്നത്. വലിയ പ്രതിസന്ധികളുള്ള മേഖലകളിൽ പോലും നമുക്ക് സുഖമായിട്ട് ഇത് വീക്ഷിക്കാനും ഒക്കെയുള്ള ഒരു സിസ്റ്റമായിട്ട് ഇത് ഇവർ കൊണ്ടുവന്നത്. ഇതിന് ഭാവിയിലേക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളുണ്ട്? ഭാവിയിലേക്ക് നമ്മളൊരു വികസിത രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ നമ്മുടെ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചേരാൻ, പിന്നെ നമ്മൾ സ്പീഡിൻ്റെ കാര്യത്തിൽ വലിയൊരു നിർണായക കാലഘട്ടത്തിലേക്ക് കൂടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്പീഡിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് എന്തെന്നാ ഈ ഓർഡർ ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ സാധനം വീട്ടിലെത്തുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഇതിൽ ഒരു വസ്തു നിശ്ചിത സമയത്തിനുള്ളിൽ എത്തുക. അപ്പോൾ ഈ ഒരു ഡ്രോൺസിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ആ ഒരു വിഭാഗത്തിലൊക്കെ. പിന്നെ എന്തോന്നൊക്കെ ഉപകാരമുള്ള കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കൃഷിക്ക് എന്തൊക്കെയാണ് ഇതുള്ളത്? കൃഷിക്കകത്ത് നോക്കി മരുന്ന് തളിക്കൽ, പിന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ കൃഷിത്തോട്ടത്തിലേക്ക് വരുന്നുണ്ടോ, മറ്റേ പക്ഷികളൊക്കെ വരുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈ ഒരു ഡ്രോൺസിന് നിർവഹിക്കാൻ പറ്റും. അത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതകൾ ഈ രംഗത്തേക്കൊക്കെ. കാരണം നമ്മുടെ ഒരു ഇന്ത്യ വളരുമ്പം എല്ലാവരുടെയും കയ്യിലും ഇതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ പതുക്കെ എല്ലാവരും കൊണ്ടുവരും. അപ്പം എല്ലാവർക്കും അത് വാങ്ങിക്കാനുള്ള ശേഷി വരും. ആ ശേഷി വരുമ്പോഴത്തേനും ഈ രംഗത്തുള്ളവരും ഇവർ ആ ഒരു വിഭാഗത്തിലേക്കും വലിയ ആവശ്യക്കാർ വരും. അങ്ങനെ വരുമ്പോഴത്തേനും എന്താ പറ്റും? ഈ ഒരു കൃഷി, പിന്നെ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാൻ പറ്റിയത്, അപ്പം ഇതൊക്കെ ഇപ്പം നിലവിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു രാജ്യത്തും ഇത് സുഖമായിട്ട് എത്താവുന്നൊരു മേഖലയാണ്. നമുക്കെന്നാ ഇതും നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കമ്പനീനെ പറ്റി സംബന്ധിച്ച്. ഇപ്പം നിലവിൽ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ഭാവിയിലേക്ക് ഇപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് കമ്പനി ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഡിഫൻസിൽ ഇത് വരുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രതിസന്ധിയും ഭാവിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളും ഒക്കെ ഉള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലോബൽ പ്രസൻസ് നോക്കിയേ, ഏകദേശം 10ഓളം രാജ്യങ്ങളിൽ നിലവിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
അപ്പം അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ മാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതും സർവൈലൻസ് സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഇതും അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ കൂടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാവിയിലേക്ക് ഈ ഒരു രാഷ്ട്രങ്ങളിലല്ലാണ്ട് തന്നെ ഭാവിയിലേക്ക് കൂടുതൽ സാന്നിധ്യം അറിയിക്കാനും ഈ ഒരു ടെക്നോളജിക്ക് വലിയ കാര്യമായിട്ട് ഈ ഒരു സംഭവത്തിന് ഈ ഒരു കമ്പനിക്ക് സാധിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഇത്രയും രാഷ്ട്രങ്ങളിലൂടെ ഇവർക്ക് പ്രസൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഒരു ഭാവിയിലേക്ക് വരുന്ന ഒരു ടെക്നോളജികളാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ളൊരു വലിയ വലിയ രാഷ്ട്രത്തിൽ ഇത്ര ആൾക്കാരൊക്കെ ഉള്ളിടത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഞാൻ പറഞ്ഞത് കൃഷി, പിന്നെ എന്തിൻ്റെ മറ്റേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലും ഇതൊരു സ്പീഡിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് ഭാവിയിലേക്ക് നമുക്ക് മുൻകൂട്ടി കണ്ട് നിൽക്കാം. അതുകൂടാണ്ട് എന്തോന്നുള്ള ഡിഫൻസ് രംഗത്ത് തന്നെ ഒരുപാട് കയറ്റുമതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു കയറ്റുമതിക്ക് ആളില്ലാത്ത ഡ്രോൺസിനൊക്കെയുള്ള വലിയ ആവശ്യക്കാർ കൂടുതലായിട്ട് വരും. കൂടുതൽ മികച്ച ഡ്രോൺസൊക്കെ ഭാവിയിലേക്ക് വരാനും ടെക്നോളജി ഭാവിയിലേക്ക് വലിയതായിട്ട് വളരാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നിർണായകമായിട്ടുള്ള നമ്മുടെ ഫണ്ടമെൻ്റലൊന്ന് പഠിക്കാം. അപ്പം ഇത് നോക്കി NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 3000 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. കാരണം പ്രൈസിൽ വലിയൊരു കയറ്റവും വലിയൊരു ഇറക്കമൊക്കെ വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 700, 52 വീക്ക് ഹൈ എന്ന് പറയുമ്പോൾ 1344, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 686, ഏകദേശം 52 വീക്ക് ലോയുടെ അടുത്താണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 103 എപ്പോഴും വലിയൊരു വാല്യുവേഷനിലാണ് നിൽക്കുന്നതെന്നാണ്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 147, ഡിവിഡൻ്റ് ഇല്ല. ROC എന്ന് പറഞ്ഞാൽ 14.7, ROE എന്ന് പറഞ്ഞാൽ 12.5, ഫേസ് വാല്യൂ 10 ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കിയേ, ഇങ്ങനെ താഴത്തേക്ക് ലോവർ ഹൈ ഫോർമേഷനിൽ വന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം വേണമെന്നുള്ള ചാർട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നേക്കണം നേരെ തലതിരിച്ചുള്ള ചാർട്ടാണ്. അത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്തെ എതിരാളികൾ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയേ, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നും പറഞ്ഞിട്ടുള്ള സെക്ടറിലാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് എതിരാളികൾ ഒരുപാടുള്ള ഒരു മേഖലയും കൂടിയാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിർണായകമായിട്ടുള്ള സെയിൽസ് നോക്കാം. ഇപ്പോൾ സെയിൽസ് 2020 മാർച്ചിൽ നോക്കി 14 കോടി ഉണ്ടായിരുന്നുള്ളൂ. അത് 2022 എത്തിയപ്പോഴത്തേക്ക് 159 കോടിയായി. 2023 186, ട്രേഡിംഗ് ടിൽ മന്ത് 250 എത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ -12 ഇപ്പം നോക്കിയേ +48 എത്തിയിട്ടുണ്ട്. ട്രേഡിംഗ് ടിൽ മന്ത് 41 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയേക്കുന്നത്. ഈ ഒരു പ്രൈസ് ഇടിവും ഈ ഒരു ഇതിനെ കറക്റ്റായിട്ട് സ്വാധീനിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും വന്നേക്കണം. ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്ക് നിലവിലൊരു 17 അടുത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടിന്യൂസ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വിലയിരുത്താറായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് 2-3 ക്വാർട്ടർ ഇയറോട് കറക്റ്റായിട്ട് നോക്കി ഇങ്ങനെ കറക്റ്റായിട്ട് കയറി വന്നതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ട തന്നെ നെറ്റ് പ്രോഫിറ്റ് -13 32 കോടിയിലേക്കും ട്രേഡിംഗ് ടിൽ മന്ത് 29 കോടിയിലേക്കാണ് വന്നേക്കുന്നത്. റിസർവ് ആണെങ്കിലോ 2020 മാർച്ചിൽ 68 കോടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 590 വന്നിട്ടുണ്ട്. കടമാണെങ്കിൽ 7 101 വരെ കയറിയിട്ട് ഇപ്പോൾ 14 കുറഞ്ഞു. അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാൽ ലോങ് ടൈം ബോറോയിങ്സ് ഇവിടെ 37 കോടി വരെ ഉണ്ടായിരുന്നു 2021 മാർച്ചിൽ. അത് കുറച്ച് 0 വന്നിട്ടുണ്ട്. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലോ അത് 86.5 വരെ ഉണ്ടായിരുന്നു മാർച്ച് 2023. അതും കുറച്ച് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെറ്റ് ഫ്രീ എന്ന് പറയാം. പിന്നെ ഉള്ളത് ഒരു 13.54 എന്നുള്ളത് ലീസിനെടുത്തേക്കണതാണ്.
അപ്പോൾ അത് നമുക്കൊരു പോസ്റ്റ്. അപ്പോൾ ഇത് എന്തോന്നാ ഒരു 3000 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവരിന് കടയില്ലാത്തൊരു കമ്പനിയാണ്. വലിയൊരു പോസിറ്റീവ് പ്ലസ് പോയിൻ്റാണത്. ഇത് കൂടാണ്ട് എന്തെന്നാ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി 2023 സെപ്റ്റംബറിൽ 30.19 ഉണ്ടായിരുന്നു. കുറച്ചിട്ട് എത്രയായി 29.34 പ്രൊമോട്ടർക്ക് 50% താഴെയാണ് കാണിക്കുന്നത്. FIs ആണെങ്കിലോ 2.76 3.46 കൂട്ടി. DIs ആണെങ്കിലോ 10.15 കുറച്ച് 6.39 വന്നിട്ട്. ഇവിടെ പബ്ലിക്കാണ് 60.8% ഉള്ളത്. അപ്പോൾ അതിൻ്റെ അത് ഇവിടെ സൈഡിൽ കാണുന്ന ഈ പ്ലസ് ഒന്ന് ഇങ്ങനെ താഴത്തേക്ക് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് വന്നേക്കണം നോക്കി ഏകദേശം 30% വലിയ ടീംസാണ് വന്ന് വാങ്ങിച്ച് കൂട്ടിയേക്കണത്. അതിൻ്റെ അകത്ത് ഇൻഫോസിസ് അടക്കമുണ്ട്. അപ്പോൾ ഇത് ഈ കൂട്ടത്തിൽ തന്നെ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്നാ വെച്ചാൽ ഇവരൊക്കെ ശരിക്കും ഈ പബ്ലിക്കിൻ്റെ അകത്ത് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു പക്ഷേ ഇവരൊക്കെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ അകത്ത് വരേണ്ട ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ DISO FISO എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറേണ്ട പാർട്ടികളാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇത്രയും വലിയ പെർസെൻറ്റേജും വെച്ചുകൊണ്ട് പബ്ലിക്കും ഒക്കെ വരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അത് വിട്, നമുക്കത് നോക്കാനുള്ള തന്നെ നമുക്ക് ഇതിൻ്റെ നിർണായകമായിട്ടുള്ള ചാർട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ നോക്കി ലിസ്റ്റ് ചെയ്തത് വലിയൊരു വാല്യുവേഷനിലല്ലേ 1300 മുകളിലേക്ക് വന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു വലിയ പ്രോഫിറ്റ് നോക്കി. അപ്പോൾ അത്രയും വലിയ വാല്യുവേഷനിലാണ് ഇത് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ കയ്യിൽ കിട്ടിയൊരു പ്രോഫിറ്റ് എടുത്ത് വിട്ട് മാറി വരിക. അപ്പോൾ ലോവർ ഹൈ ഫോർമേഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഫോർമേഷൻ വന്ന് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു, അവിടെ കിട്ടിയില്ല. വീണ്ടും താഴത്തേക്ക് പോയി. എവിടെ പോയി 690 700 അടുത്ത് വരുന്നു സപ്പോർട്ട് എടുത്തിട്ട് ഒരു ദിവസം നോക്കി പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ ഒരു 20% മുകളിലേക്ക് വന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു ലോവർ സർക്യൂട്ട് പിന്നെ താഴത്തേക്ക് വന്നു പ്രോഫിറ്റ് നോക്കി. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കിക്കഴിയുമ്പോൾ എന്താ മനസ്സിലായത്, ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് മാറി ബ്രേക്ക് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി, അവിടുന്ന് വിജയിച്ചില്ല, വീണ്ടും താഴത്തേക്ക് വന്നു. അപ്പോൾ വീണ്ടും താഴത്തേക്ക് വന്നപ്പോഴും ഇവിടെ എത്രയായി ഒരു 700 ഏരിയയിൽ അടുപ്പിച്ച് സപ്പോർട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ നിലവിൽ ഈ രീതിയിലാണ് പോയേക്കണത്. അപ്പം മിക്കവാറും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കൺസോളിഡേഷൻ ചെയ്യാനാണ് വഴി. അങ്ങനെ വന്നിട്ട് ഇവന് ഈ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഈ കൺസോളിഡേഷനിലേക്ക് ഭാവിയിലേക്ക് വരുവാണെങ്കിൽ പിന്നെ നിർണായകമായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് ഏതാ, ആദ്യത്തെ റെസിസ്റ്റൻസ് 758, അത് കഴിഞ്ഞ് 838 890. ഈ 890 838 ഏരിയ റെസിസ്റ്റൻസ് മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ഉയരങ്ങളിലേക്ക് പോവുകയായി. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 961 1045 1153 പിന്നെ 1153 1300 പിന്നെ ഓൾ ടൈം ഹൈ. അപ്പം ഇത് ഭാവിയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ള കമ്പനിയാണ്. നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് വിലയൊന്നും നിങ്ങൾ നോക്കല്ല. കാരണം 700 ഇപ്പോൾ നിലവിൽ ലോവർ ഹൈ ഫോർമേഷൻ അങ്ങ് മാറി വന്നേ ഉള്ളൂ. ഞാൻ വെച്ചാൽ നേരത്തെയാണ് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയാലാണ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അത് സ്വന്തമായിട്ട് പഠിക്കണം. അത് കാരണം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് നിങ്ങൾ നോക്കണം, അതിന് മനസ്സിലാക്കണം. എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയൊരു എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 1000% സുഖമായിട്ട് കിട്ടാവുന്ന ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ സ്പീഡിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാലഘട്ടത്തിലേക്കാണ് വന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഡിഫൻസ് രംഗത്തായാലും ഇതിൻ്റെ ആവശ്യകത കൂടി വരികയുള്ളൂ. ആൾക്കാരില്ലാത്ത എയർക്രാഫ്റ്റ്സും കാര്യങ്ങളും നിരീക്ഷിക്കാനൊക്കെ എന്തോന്നാ ഇതുപോലെയുള്ള ടെക്നോളജികളാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു കയറ്റുമതിക്കും ചാൻസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ
കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് ഇതിന് വലിയ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പം അത് മൊത്തത്തിലൊരു എല്ലാം കൊണ്ടും നമുക്കൊരു ഇച്ചിരി റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ പറഞ്ഞോട്ടെ, ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. വലിയ വേരിയേഷൻ ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടും ഒരു ചെറിയ റിസ്ക് എടുക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ പുറകെ വരുന്ന ഒരു കമ്പനിയായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിനിപ്പുറത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമെന്നും വിചാരിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് റിസ്ക് എടുത്ത് നമ്മുടെ ഒരു വിശ്വാസത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് മുന്നേറാൻ പറ്റുള്ളൂ. അത് ഏത് സ്റ്റോക്കായാലും. അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനൊന്നും അല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.